ഇനി ഒരാൾക്ക് കുറഞ്ഞു പോയെന്ന് കംപ്ലൈന്റ് വേണ്ട. മൂന്നുങ്ങ്. എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ വീക്ഷണകോണകത്തിൽ നിന്ന് നോക്കുമ്പോ ഇന്നേ വരെ അവിടെ ആരും തികച്ചൊരു രാത്രി അന്തി ഉറങ്ങിയിട്ടില്ല. നേരം വെളുക്കുമ്പോ കൊട്ടാരം കാലി. ഒന്നുകിൽ രാക്കിരാമാനം ഒളിച്ചോടിപ്പോയത്, അല്ലെങ്കിൽ ആ പ്രേതങ്ങൾ കൊന്ന് കിണറ്റിലെറിഞ്ഞത്. മുണുങ്ങ്. എടാ കേക്ക്, അവസാനം വന്ന കൊട്ടാരം വിലക്ക് വാങ്ങിയത് ഒരു നിരീശ്വരവാദി പെണ്ണുമ്പിള്ളയാണ്. അവരവിടെ താമസിച്ച് പിറ്റേന്ന് കാലത്ത് അവരുടെ മക്കളും മരുമക്കളും എല്ലാം വന്ന് അവിടെ അരിച്ചു പെറുക്കി നോക്കിയിട്ടും ചേതേലി വെച്ച് എത്തിക്കാൻ അവരുടെ ബോഡി പോലും കിട്ടിയില്ല. ഒടുക്കം അവരുടെ ദൈവഭാഗ്യത്തിന് ആ പെണ്ണുമുള്ള തലേന്ന് അലക്കി ഉണക്കാനിട്ടിരുന്ന അവരുടെ ഒരു ബോഡീസ് കിട്ടി. വേറെ നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ട് ആ ബോഡി അവര് ചെതേലി വെച്ച് കത്തിച്ചു. ബോഡീസിന്റെ ഇത്രക്കോളം പോണ ബക്കിളില്ലേ, ആ മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു ഹുക്ക് എന്നും പറയും. ആ ബക്കിളി എല്ലാണെന്ന് മനസ്സാ വിചാരിച്ച് കൊടുത്തിലാക്കി കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോ അവരൊക്കെ മരിച്ചിട്ടുണ്ടാവുന്നാണ് താൻ പറയണത്? ഏയ്, ജീവനുണ്ടെങ്കിൽ മരിച്ചിട്ടുണ്ടാവില്ല. ജീവനില്ലെങ്കിൽ പറയാൻ പറ്റില്ല, ചിലപ്പോ മരിച്ചു കാണും. വെടികൊണ്ട് പോലെ ഇരിക്കുന്ന ചായ കുടിക്ക്, ആ കൊച്ചിന് വന്നാൽ തിന്നാൻ വാങ്ങിച്ചോളൂ. ഇനിയിപ്പോ എന്താ വേണ്ടത്? എന്നോടാ ചോദിക്കുന്നത് എന്താ വേണ്ടെന്ന് നിങ്ങൾ പറ. ഉണ്ടംപൊരിയുണ്ട്, പഴം പുഴുങ്ങിയതുണ്ട്. തിന്നാനല്ലടോ. ഓ, പാർസലാ. അതവരാ. അപ്പൊ എന്റെ വീക്ഷണകോണകം തെറ്റിയാ. നമ്മൾ എന്തിനാ ഇവിടെ വന്നെന്ന് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്, ചായ കുടിക്കാൻ. അതല്ല, എന്താ ചായ കുടിക്കണ്ടേ? കുടിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഓ, പുട്ടും മുട്ടയും പൊറോട്ടയും മുട്ടയും. അതല്ല, ഈ ചായക്കടയാണ് ഈ നാടിന്റെ ന്യൂസ് പേപ്പർ. ഇവിടെയുള്ള നമ്മുടെ സംസാരത്തിൽ നിന്ന് വേണം ആ കൊട്ടാരത്തിൽ പ്രേതവും പിശാചവും ഒന്നും ഇല്ലെന്ന് നാട്ടുകാർ ബോധ്യപ്പെടാൻ. മനസ്സിലായോ? പ്രേതങ്ങളൊന്നും ഇല്ലെന്ന് പറയണം. നീ ഒന്നും പറയണ്ട. മനസ്സിലായല്ലോ? മണ്ടത്തരങ്ങളൊന്നും പറയരുത്. ഇല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല. ഒരു അവലൂസ് ഉണ്ട്, കഴിക്കും, പല്ലിന് ബലം കിട്ടും. ചായയാണോ കാപ്പിയാണോ? അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ചുമരി. ഇന്നലെ ഉറക്കമൊക്കെ കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതെ, ഒരു പോള കണ്ണടച്ചിട്ടില്ല. അതെന്താ, വല്ലതും കണ്ട് പേടിച്ചാ? പേടിക്കാനോ? ഞങ്ങളോ? അതൊക്കെ നിങ്ങൾ ഈ അന്ധവിശ്വാസികൾ. ഇതൊരു കൊതി, പ്രേതങ്ങളോ ഒന്ന് നേരിട്ട് കാണാൻ. അതിനൊരു കണ്ണിന്റെ പോള അടച്ചില്ല, മറ്റേ പോള അടച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. അല്ലടാ, സുഖമായിട്ട് ഉറങ്ങിട്ടെന്താ സാറിനൊരു കോട്ടുവായ? അത് ഈ വയർ നിറയെ ചാപ്പാടടിക്കുമ്പോ ഒരു ഏമ്പക്കം വരില്ലേ, അതുപോലെ വയർ നിറയെ ഉറങ്ങിയപ്പം ഒരു തൃപ്തിയുടെ കോട്ടുവാ. കൺട്രോൾ ചെയ്യ്. ഏത് തണ്ടിയാ പറഞ്ഞത് ബംഗ്ലാവിൽ പ്രദേശിലുണ്ടെന്ന്? നീ തന്നെയല്ലേ പറഞ്ഞത്? ചുമരടാ. എന്താ ഭ്രാന്ത? അവിടെ പ്രേതങ്ങളുണ്ടെന്ന് ചുമ്മാ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചത് അയാളാ. ഓഹോ, എന്താ പേര്? 3 പ്രേതമുണ്ട്. ഒരു പ്രേതത്തിന്റെ പേര് ഫെർണാണ്ടോ സാഹിബ്, പിന്നെ ഒരെണ്ണം. അതല്ല, തന്റെ പേരാ ചോദിച്ചത്. എന്റെ പേര് ഏണസ്റ്റ്. മിസ്റ്റർ ഏണസ്റ്റ്, ഈ നൂറ്റാണ്ടിലും ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. നമ്മളൊക്കെ ആണുങ്ങളല്ലേ, നല്ല ധൈര്യം വേണ്ടേ? അതെ, നമ്മളൊക്കെ ആണുങ്ങളാണ്. പക്ഷെ ആ കൊട്ടാരത്തിലുള്ള പ്രേതങ്ങൾ ആക്രമിക്കുന്നത് പെണ്ണുങ്ങളെ ആണെങ്കിലോ? അല്ല, അത് ആണുങ്ങളല്ലേ പെണ്ണുങ്ങൾ? പ്ലീസ്, ഇതുവരെയുള്ള എന്റെ വീക്ഷണകോണകത്തിൽ അതുങ്ങൾ പെണ്ണുങ്ങളെ ചോര മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അതെന്താ, ആണുങ്ങളെ ചോര കുടിച്ച പ്രേതങ്ങൾക്ക് വയറിളവോ? അതല്ല സാറേ, ആണുങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് നിങ്ങൾ അവിടെ താമസിച്ചപ്പോ ഉറപ്പായല്ലോ. ഇനി പെണ്ണുങ്ങളെ ഉപദ്രവിക്കുമെന്ന് പെണ്ണുങ്ങളൊന്ന് താമസിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ശരി, ആയിക്കോട്ടെ. പെണ്ണ് അവിടെ നിന്ന് താമസിച്ചാൽ സമ്മതിക്കാലോ? താമസിച്ചാ പോരാ, അവള് ജീവനോടെ നേരം വെളുപ്പിച്ചാൽ സമ്മതിക്കാം. ഒന്നല്ല, 4 പെണ്ണുങ്ങൾ വരും. അവരവിടെ ഒരാഴ്ച ഞങ്ങളോടൊപ്പം താമസിക്കുകയും ചെയ്യും. അതെ, നല്ല കിളി പോലത്തെ പെണ്ണുങ്ങൾ. തോമസ് കുട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് അനുഭവം ഉള്ളതാ.